നമ്മൾ അവരുടെ കൂടെ വന്നിലേക്ക് ഓൾമോസ്റ്റ് എല്ലാം കൊണ്ട് പ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് എക്സാം, എൻ്റെ കൂടെ കഴിഞ്ഞ എക്സാം ഇല്ല, എനിക്കിങ്ങോട്ട്. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ ഇവളുടെ ലാസ്റ്റ് എക്സാമാണ്, എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് എക്സാമാണ്. എനിക്കിനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇവളുടെ എക്സാം കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് ഞങ്ങൾ സ്റ്റുഡിയോ മാത്സ് എല്ലായിടത്തും കയറി ഇറങ്ങി. അതേ ടൈമിൽ വീട്ടിൽ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് അവൾക്ക് ഒരു ഐഡിയ ഇല്ല എന്താ നടക്കാൻ പോകുന്നത്, കാരണം അവൾക്ക് അത് വലിയ ക്ലൂ ഒന്നും കിട്ടിയില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല സർപ്രൈസ് തീരുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് നമുക്ക് പോയി വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം, മേളിൽ കോൺടേഴ്സ്. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിട്ട് അവിടെ മേളിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേട്ടോണ്ടെങ്കിൽ ഞങ്ങളുടെ കറണ്ട് ബില്ലാണ്, 2 മാസത്തെ കറണ്ട് ബില്ല്. അപ്പോൾ സർപ്രൈസിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാം ഒരേ കളർ ഡ്രസ്സ് ഇടാം, അങ്ങനെ കളർ കോഡ് വരാമെന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സീക്രട്ട്ലി നമ്മൾ തീരുമാനിച്ച് റെഡിയാക്കി അവളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്കുകയാണ്. കാരണം ഇവർക്ക് കേക്ക് ഉള്ളിൽ കൊണ്ടുവരണം, അതിന് ആദ്യം ഇവൾ പുറത്തിയാണ്. അങ്ങനത്തെ കുറേ പ്ലാനിങ്ങും എല്ലാം കൊണ്ട് നമ്മൾ അവസാനം എങ്ങനെ നമ്മളെ ബർത്ത്ഡേ സർപ്രൈസ് എത്തിച്ചു. എന്താണ് 22 വയസ്സാകുമ്പോൾ ഇന്ന് ഇനി എത്ര മണിക്കൂറാ ഈ സമയം? സമയം കാണിക്കുക 9:39. എൻ്റെ വാൾപേപ്പർ എങ്ങനെ എടുക്കുക? ഞാൻ എടുത്ത ഫോട്ടോയാണ് ഇത്. പള്ളിയിൽ അത്തുങ്കൽ പറ. ഞാൻ എടുത്ത ഫോട്ടോ ആയിരുന്നു, പക്ഷെ ഞാൻ എടുത്ത ഫോട്ടോ ആക്കി. അപ്പോൾ ഞാൻ അപ്പുറത്തോട്ടുണ്ടല്ലോ. എന്താ ചോദിച്ചത്? 22 വയസ്സാകുമ്പോൾ എന്താ പറയാനുള്ളത്? 22 വയസ്സാവാത്ത 22 ആയിട്ട് തന്നെ 22 ആയിട്ട് എന്നെ തോന്നിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രശ്നമില്ല. എല്ലാവരും ചോദിക്കും 20 ആണോ 19 ആണോ എന്നൊക്കെ. നാളെ ബർത്ത്ഡേ ആയിട്ടെന്തോ പരിപാടി? We'll go see sunrise, then we'll go to church. That's it. One cathedral. Also നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കും. That is the main. Yummy. തിന്നിട്ട് വേണം yummy. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ശരിക്കുമുള്ള സർപ്രൈസ്. കേക്ക് വാലി. താഴെ താഴെ അത് മതി. കേക്ക് ഇവിടെ താഴെ സാരില്ല. വാ അലീനോടോ എല്ലാരും കേട്ടോ. പുതിയ ടോപ്പൊക്കെ ആണല്ലോ. വേഗം വേഗം എന്റെ ഫുൾ എന്റെ വീഴായ ഇവിടെ കേക്ക് വാലി ഇവിടെ. Happy birthday to you. Happy birthday to you. അതൊന്നും കൂടെ വേണമെങ്കിൽ നമുക്ക്
അങ്ങനെ ആളെ ശരിക്കും നല്ല സർപ്രൈസ് ആയിരുന്നു. കാരണം ഇത്രയും ഞാൻ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്ര നന്നായിട്ട് വരുമെന്ന്. ഡെക്കറേഷൻ അതിൽ പിൻട്രസ്റ്റ് വൈബ് ഡെക്കറേഷനാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് 19th നൈറ്റ് ആണ് പരിപാടിയല്ല. രാത്രി അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നശിക്കുന്നു. ഞാൻ കണ്ണെഴുതിയില്ലടി. എന്റെ തള്ളക്ക് വയസ്സായി. ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ. ഷീസ് ഫൈനലി 22. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെന്ന് കിടന്നത്. ബട്ട് ഐ ഹോപ്പ് ഷീ ലവ് ദ സർപ്രൈസ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞങ്ങളെല്ലാവരും കൂടി ഈ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഞങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കും. കാരണം നെക്സ്റ്റ് ഇയർ ഈ ടൈമിൽ ഞങ്ങളിവിടെ ഉണ്ടാവില്ല. സോ ഇത് ലാസ്റ്റ് ടൈം ഫസ്റ്റ് ഈ വീട്ടിലുള്ള ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് എല്ലാവരും കൂടെ കൂടിയിട്ട്. സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. മുറിച്ചണ്ടല്ലോ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഡേ വെളുപ്പിന് 3 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റു. 4:30 ട്രെയിനിന് വേണ്ടി ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. സത്യത്തിൽ ഞങ്ങൾ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, സമ്മതിക്കാം. കാരണം എനിക്കൊന്ന് 2 മണിക്കൂറാണ് ഇന്നലെ രാത്രി ഉറങ്ങിയത്. പിന്നെ അവളുടെ ബർത്ത്ഡേ അല്ലേ, നിങ്ങൾ വിചാരിച്ചു ചെയ്തേക്കാം, പോയി ഒരു സൺറൈസ് കണ്ട് പുറത്തൊന്ന് കറങ്ങി. രാവിലെ ടൈം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, ഫുൾ ക്വയറ്റാണ്. അല്ലെങ്കിൽ ഫുൾ ട്രാഫിക്കും ഭയങ്കര ബഹളമുള്ള സ്ഥലമാണ് ചെന്നൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈമിൽ പോയപ്പോൾ ഭയങ്കര ക്വയറ്റ് കാം നല്ലൊരു ടൈമായിരുന്നു. ഡെഡിക്കേഷൻ നമ്മള് വയ്യല്ലേ അച്ചടാ പകുതിക്ക് വെച്ച് മുറിച്ചു പോയി. സമയം അവിടെ 4:21. ഹാപ്പി ബർത്ത്ഡേ നമിത. 21 ആയിടി, നിനക്ക് 22 ആയിടി. അടുത്ത മിനിറ്റിൽ സംസാരിക്കും. ഇവിടെ നിന്ന് ചെന്നൈ ബീച്ചിലേക്ക് ഓൾമോസ്റ്റ് 1.5 hour ജേണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു യൂട്യൂബിൽ ഏതെങ്കിലും മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാറുണ്ട്. ടാബ് ഞങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ കാണാമെന്നൊക്കെ വിചാരിച്ചു പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വാഴ 2 കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്കൊന്ന് 1 hour ഞങ്ങൾ ടോട്ടലി വാഴ 2 ഇരുന്ന് കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എത്താറായപ്പോൾ ഓൾറെഡി സൺറൈസ് ആയി. ഞങ്ങൾ വിചാരിച്ചേക്കാൾ മുമ്പേ ആയി. ഞങ്ങൾ അവിടെ നിന്നിട്ട് അടുത്ത് നമുക്ക് പോകേണ്ട പള്ളിയും കൂടെ നോക്കി വെച്ചിട്ടുണ്ട്. കിട്ടിയ ഓട്ടോയിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും സ്ഥലത്തെത്താൻ വേണ്ടി നോക്കുകയാണ്. കാരണം കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നല്ല ലൈറ്റൊക്കെ ആയി. ബട്ട് എന്നാൽ ആ ഒരു സൺറൈസിൻ്റെ ആ ടൈം നല്ലൊരു വ്യൂ ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടണം, കുറച്ച് ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. അതാണ് മെയിൻ ഉദ്ദേശം. അതിനുവേണ്ടി അവരുടെ എത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് വന്നു. ഫസ്റ്റ് വട്ടം കണ്ടു. ഫസ്റ്റ് വട്ടം നമ്മൾ അവരുടെ കൂടെ വന്നപ്പോൾ കണ്ടു. നമ്മളെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് വന്നപ്പോൾ അല്ലേടി നമ്മൾ തന്നെ വന്നു. നമ്മളിപ്പോൾ 4-4 വട്ടമാണ് അല്ലല്ലേ. ഇതാണ് നമ്മുടെ ഫേമസ് മെറീന ബീച്ച്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറേ ഉണ്ട് നടക്കാൻ. എത്ര ടൈം എടുക്കും എനിക്കറിയാം. നടന്ന് ഒരു വഴിയായി. ഹാപ്പി ബർത്ത്ഡേ സൺറൈസ്.
എൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസത്തെ സൺറൈസ് കാണാൻ പറ്റിയില്ലേ? 22ാമത്തെ സൺറൈസാ നിന്റെ. അതിനെ കൊണ്ട് പോവാനാ? ഇത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ലൈറ്റിങ്ങും എല്ലാം നല്ല വ്യൂ ആയിരുന്നു. എനിക്കത് ഇന്നത്തെ ഡേ നേരത്തെ എണീറ്റുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ കുറേ ടൈമുള്ള പോലെ. സോറി ഗൈസ്, ഇത് വെച്ചാൽ മൊത്തം ഒരു പച്ചമയമാണ്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. പെയ്ഡ് ഫോട്ടോഷൂട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് ബാർട്ടർ കൊളാബറേഷനാണ്. ബാർട്ടർ കൊളാബറേഷനാണ്. പെയ്ഡ് ഷൂട്ട് എത്ര നമ്മൾ ചാർജ് ചെയ്യാം? അത് DM ചെയ്യും, നമ്മൾ DM ചെയ്യാം. പറഞ്ഞുതരാം. എക്യുപ്മെന്റ്സ് ഒരു S24 ആൻഡ് iPhone 14. ഇത് രണ്ടും നമ്മുടെ ഇപ്പോൾ കറണ്ട് എക്യുപ്മെന്റ്സ്. ഇത് വെച്ച് നമ്മൾ അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യും. അപ്പോൾ മോർ ഡീറ്റെയിൽസ് ചെക്കൗട്ട് അവരുടെ പേജ്, എൻ്റെ പേജ്. ഫുൾ ജോഗിങ് കാര്യങ്ങളാണ്. ഹെൽത്തി പീപ്പിൾ, ഹെൽത്തി. നമുക്ക് ഞാൻ അടുത്ത് അങ്ങോട്ടാ ഫുഡ് കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ്. സോ ഞങ്ങൾ നെക്സ്റ്റ് പോയത് പള്ളിയിലേക്കാണ്. മൈലപ്പൂരിലുള്ളൊരു ഫേമസ് പള്ളിയാട്ടോ, സെൻറ് തോമസ് പള്ളിയാണ്. ഇത് കണ്ടില്ലേ എന്നെ ഭംഗിയാണ്, ശരിക്കും നേരിട്ട് കാണാൻ ഇതിന് രസമാണ് പള്ളി. ഈ പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എനിക്കത്ര ഇഷ്ടമുള്ള ഒരാളാണ്. ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ കുറേ വീഡിയോസ് ഫോട്ടോസ് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ അവിടെ അടുത്തുള്ള സംഗീത റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാം. കുറേ നാൾക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അങ്ങനെയല്ല, നല്ല ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് മുട്ട. അങ്ങനെ ഞാൻ മസാല ദോശയും അവിടെ നെയ്റോസും പറഞ്ഞു. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് ഇപ്പോഴാണ്. കാരണം കോളേജിൽ പോകുന്ന രാവിലെ ബ്രെഡ് മുട്ടയും കഴിച്ച് പോലെ പതിവുണ്ട്. കുറേ നാൾക്ക് ശേഷം അങ്ങനെ വെച്ച് വീട്ടിലെത്തി നേരെ ഞങ്ങൾ കുക്കിംഗ് ആയിരുന്നു, ചിക്കൻ കറി. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സർപ്രൈസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇവരെനിക്ക് വേണ്ടി ബർത്ത്ഡേ അന്ന് എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ 26th പക്ഷേ അതിനു മുമ്പ് എല്ലാവരും പോവും, ഞങ്ങളെല്ലാം ലീവിനൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഇവർ നേരത്തെ ആ സർപ്രൈസ് റെഡിയാക്കി. ബട്ട് ഞാൻ ശരിക്കും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് മെയിൻ തിങ്, ഫോട്ടോസ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡിയായി, ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. കേക്കെല്ലാം മുറിച്ചു, ഞങ്ങൾ ഫുൾ വൈബിലായിരുന്നു. ആൻഡ് ഐ റിയലി ലവ് ദിസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞങ്ങളുടെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ബർത്ത്ഡേ ആണ്. സോ ശരിക്കും ഐ റിയലി ലവ് ദിസ് ഗൈസ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 0% ഒരു എക്സ്പെക്റ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദീസ് പീപ്പിൾ ആൻഡ് ഐ റിയലി ലവ് യു ഗൈസ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ബട്ട് ഇങ്ങനെ സർപ്രൈസ് തന്നതിന് ഒരുപാട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എത്ര കേക്ക് തിന്നു എന്നൊരു കണക്കില്ല. ഞങ്ങൾ ഒരുപാട് കേക്ക് തിന്നിട്ട് മാത്രം ഉണ്ടായിരുന്നു. പൊട്ടിക്കൽ കളിയാണ്. And this
വിൽ ബി ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കേക്ക് ഓഫ് ദ ഡേ. കാരണം ഇത് നമിതേൻ്റെ ബർത്ത്ഡേ ആണ് ആക്ച്വലി ഓൺ 20th, ആൻഡ് അന്ന് അവളുടെ ഫ്രണ്ട്സ് കൊടുത്തു വിട്ട കേക്കാണിത്. ആൻഡ് ഞങ്ങളെല്ലാം അതും കഴിച്ച് ഇന്നത്തെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസ്, 2 ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരേ ദിവസം നടത്തിയത്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റിലോട്ട് പോവാണ്. 3 എണ്ണം കഴിച്ച്, ഒരെണ്ണം അല്ല ഇന്നലെ അത് വേറെ ഉണ്ടോ? ഏത്? ആ ശരിയാ. ഇവളുടെ എത്രാമത്തെയോ 4ാമത്തെയോ? എൻ്റെ 3ാമത്തെ. ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ കഴിച്ചിട്ടില്ല. കണ്ടിട്ട് വേറെ ഒരു ലെയർ മാത്രം ഇത്. നെക്സ്റ്റ് ഡേ ഇന്ന് ദൃശ്യം ഇറങ്ങിയ ദിവസമാണ്. സോ നമ്മൾ ദൃശ്യം കണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ദ മൂവി ആർ സോ ഗുഡ്. എനിക്ക് ഇതുവരെ ഒരു വീഡിയോ മര്യാദയ്ക്ക് എൻഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.